ഹലോ, വെൽക്കം ആൻഡ് അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാറൂൺ സേട്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റി, നോർത്ത് കാരോലൈന എന്ന് പറയുന്ന സ്റ്റേറ്റ്, അമേരിക്കയിൽ. ഇത് ഏകദേശം നമ്മുടെ അറിയപ്പെടുന്ന അറ്റ്ലാന്റ സിറ്റിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ, ന്യൂയോർക്കിൽ നിന്നാണെങ്കിൽ ഏകദേശം 10 മണിക്കൂർ, പിന്നെ വാഷിങ്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ വാഷിങ്ടൺ സിറ്റി വാഷിങ്ടൺ DC, നമ്മുടെ അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടണിൽ നിന്നാണെങ്കിൽ 6 മണിക്കൂർ. അപ്പോൾ ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞാനൊരു കമ്പ്യൂട്ടർ എൻജിനീയർ ആയിട്ട് വന്നു 1999. എന്നിട്ട് ഏകദേശം 3 വർഷം ഞാൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. അങ്ങനെ ഈ ക്രിസ്റ്റൽസ് എന്ന് പറയും, റോക്സ്, ക്രിസ്റ്റൽസ്, മിനറൽ സ്പെസിമെൻ, ജുവലറി, അങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഇപ്പം ഏകദേശം 24 കൊല്ലമായിട്ട് ഞാൻ ബിസിനസ്സിലാണ്, ടെക്നോളജി ലൈൻ വിട്ട് ബിസിനസ്സിലാണ്. ഓക്കെ. അപ്പം ഞാനിവിടെ ഷാർലറ്റ്, നോർത്ത് കാരോലൈനയിൽ താമസിക്കുന്നു. എൻ്റെ ഫാമിലിയുമായിട്ട് 5 കുട്ടികളുണ്ട്. ഇവിടെ താമസിക്കുന്നു. 2 കുട്ടികൾ നാട്ടിൽ പിറന്നതാണ്, 3 കുട്ടികൾ ഇവിടെ ഷാർലറ്റിൽ പിറന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്, ഒരു പുസ്തകം എഴുതണം. ഞാനിവിടെ 1985 അവിടെ നമ്മുടെ കോഴിക്കോടുള്ള ചാത്തമംഗലത്തുള്ള റീജിയണൽ എൻജിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന REC എന്ന് അന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്ന് അതിൻ്റെ പേര് NIT എന്നാക്കി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ RECയിലെ ഫസ്റ്റ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ബാച്ചിൽ ഞാൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. 1989 അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡൽഹിയിലോട്ട് പോയി. ഡൽഹിയിലൊരു 1.5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു വിസ കിട്ടി. ആ വിസ ജിദ്ദയിലോട്ടുള്ള വിസ ആയിരുന്നു, സൗദി അറേബ്യയിലേക്ക്. 1991 സെപ്റ്റംബറിലാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ സൗദി അറേബ്യയിലെത്തി. അവിടെ ഏകദേശം 9.5-10 years അവിടെ വർക്ക് ചെയ്ത്. എന്നിട്ട് അവിടെ നിന്ന് US ഒരു കൺസൾട്ടൻസി ജോബ് കിട്ടി, ഒരു വിസ കിട്ടി. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞ പോലെ 26 കൊല്ലമായി. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട്, ആക്ച്വലി വർഷങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ യാത്രയിൽ, അത് നമ്മുടെ കുട്ടിക്കാലത്ത് കാര്യങ്ങളാണെങ്കിലും, അതായത് കുട്ടിക്കാലത്ത് വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്ന കുറേ സംഭവങ്ങളുണ്ട്. ഫാമിലി തലത്തിൽ, ഫൈനാൻഷ്യലായിട്ടും ഒക്കെ. അതിൽ നിന്നൊക്കെ നമ്മൾ കടന്നു പോയി പാസ് ചെയ്ത് കടന്നു പോയി. എന്നിട്ട് പിന്നെ കോളേജിൽ കയറി, പ്രീ ഡിഗ്രി 10ാം ക്ലാസ് വരെ എത്തി. പിന്നെ പ്രീ ഡിഗ്രി പോയി. പ്രീ ഡിഗ്രിയിൽ നിന്ന് പിന്നെ എൻജിനീയറിംഗ് കോളേജിലോട്ട് പോയി. അവിടെ നടന്ന കുറേ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ കാലാവസ്ഥ, അവിടെ നടന്ന പ്രശ്നങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, പിന്നെ കൾച്ചറൽ ഡിഫറൻസസ്, ഭക്ഷണത്തിൻ്റെ പ്രോബ്ലംസ്, പിന്നെ ജോലിയുടെ പ്രോബ്ലംസ്, ഇങ്ങനെ 100 കണക്കിന് പ്രോബ്ലംസ്, അല്ലാതെയും ബോണസായിട്ടുള്ള വേറെ കുറേ പ്രോബ്ലംസ്. ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഒരു യാദൃശ്ചികമായിട്ട് ഒരു വിസ കിട്ടിയിട്ട് ഞാൻ സൗദി അറേബ്യയിലെത്തി. അവിടെ എത്തിയിട്ടും കാര്യങ്ങൾ ബെറ്റർ ആയിരുന്നു. പക്ഷേ പ്രോബ്ലംസ്, പലതരത്തിലുള്ള പ്രോബ്ലംസ് അവിടെയും വന്നു. നമ്മൾ മനുഷ്യർ എവിടെ പോയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ. അപ്പം നമ്മൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളെല്ലാവരും തരണം ചെയ്തു പോകും. അപ്പോൾ അത് എനിക്കും ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് ഒരു വിസ കിട്ടി ഇവിടെ വന്നു, US വന്നു. വന്നിട്ട് 26 കൊല്ലത്തെ ഇവിടുത്തെ സംഭവങ്ങൾ,
അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ യാത്രയിൽ, ഈ ദീർഘയാത്ര, ഇതിനകത്ത് കുറേ അധികം ആൾക്കാർ എന്നെ സഹായിച്ചവരുണ്ട്. ഓക്കെ, അത് ഈ സഹായിച്ച ആൾക്കാർ അവർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിൽ പിറന്നതാണ്. പക്ഷേ എന്നെ സഹായിച്ച ആൾക്കാർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. അതിനകത്ത് ഹിന്ദു വിശ്വാസികളുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ, അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരിൽ. പിന്നെ സിഖ് മതവിശ്വാസികളുണ്ടായിരുന്നു എൻ്റെ പരിചയത്തിൽ. ക്രിസ്ത്യൻ ബിലീവേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ പരിചയത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും പല തരത്തിലും, പല ഘട്ടങ്ങളിലും, പല സ്റ്റേജിലും ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഈ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വഴി മാറി വേറെ എവിടെയെങ്കിലും പോയേനെ. അപ്പോൾ ഈ ഹെൽപ്പ് നമ്മൾ, എൻ്റെ വിശ്വാസം, എൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം ഒരു ഹെൽപ്പും നമുക്ക് യാദൃശികമായിട്ടുണ്ടാകുന്നതല്ല. ഇതെല്ലാം നമ്മുടെ പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പാണ്. അതിന് പല ആൾക്കാരെയും പടച്ചവൻ പല സ്ഥലങ്ങളിലും സാന്ദർഭികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അയക്കും. അങ്ങനെയാണല്ലോ ഈ നമ്മുടെ വേൾഡിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഹെൽപ്പൊക്കെ നടന്നത് ആൾക്കാർ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ ഹെൽപ്പ് എടുത്തു പറയുക, അവരുടെ പേരെടുത്ത് പറയുക. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. രണ്ട്, ഇത് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ പിറകിൽ എല്ലാത്തിലും പടച്ചവൻ്റെ ശക്തി, പടച്ചവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ആ അപ്രീസിയേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ, ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പുസ്തകം എഴുതണമെന്ന് വർഷങ്ങളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യം, അമേരിക്കയിലെ കാര്യം ആണെങ്കിൽ നാട്ടിലെ കാര്യം പോലെ തന്നെയാണ് ഇവിടെയും. എല്ലായിടത്തും മനുഷ്യർ ഉള്ളെടുത്താൽ എല്ലായിടത്തും ഓരോ പോലെയാണ്. എനിക്ക് ഇരുന്ന് എഴുതാനോ അല്ലെങ്കിൽ അതിനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ ഒരു മകൻ, മൂത്ത മകൻ, എല്ലാ മക്കളും പറയാറുണ്ടായിരുന്നു, അതിനകത്ത് മൂത്ത മകൻ സ്പെഷ്യലി, അതായത് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം എന്ന് പറയും. നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ഈ കഥകൾ പറയാറുണ്ടായിരുന്നു. അതായത് ഇന്ന ആൾ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനൊരു പ്രശ്നം ഇവിടെ സംഭവിച്ചു, ആ പ്രശ്നത്തിൽ ഇന്നൊരാൾ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുമായിരുന്നു, ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പം പിള്ളേർ കേട്ട് അവർ പറയുമായിരുന്നു, ഇതൊരു പുസ്തകം എഴുതണം. അപ്പോൾ എൻ്റെ മനസ്സിലുകൊണ്ട് ഒരു പുസ്തകം എഴുതണമെന്നിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് കിടപ്പുണ്ട്. അവസാനം 2025 അങ്ങനെ എന്തോ ഒരു വെളിപാടുണ്ടായി, ഇരുന്ന് എഴുതാം എന്നൊരു തീരുമാനത്തിൽ വന്ന്, ആ തീരുമാനം എടുത്ത ശേഷം പിന്നെ ഞാൻ കുറച്ചായിട്ട് കുറിക്കാൻ തുടങ്ങി, നോട്ട്സിലും അവിടെ ഇവിടെയൊക്കെ. പിന്നെ കമ്പ്യൂട്ടറിൽ കയറ്റി, പിന്നെ ചാപ്റ്റേഴ്സ് ഉണ്ടാക്കി, പിന്നെ ചാപ്റ്റേഴ്സിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത്, പിന്നെ അതൊരു ബുക്കിൻ്റെ കംപ്ലീറ്റ് എഴുതി ഉണ്ടാക്കി, പിന്നെ ഒരു ബുക്കിൻ്റെ രൂപത്തിലാക്കി. ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആ ബുക്കാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് കേരള ടു കെറലൈന. 2025 ഈ പുസ്തകം ഇവിടെ നമ്മുടെ US ഇതിൻ്റെ പുറകിലെ കവറാണ്. അപ്പോൾ ഇതാണ് ബുക്കിൻ്റെ കനം, നിങ്ങൾക്കറിയാം. ഏകദേശം 210ഓളം പേജുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, 210ഓളം പേജുകൾ. അപ്പോൾ ഈ ബുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലാണുള്ളത്. ഇപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇംഗ്ലീഷിൽ ബുക്കായിട്ട് വാങ്ങിക്കാം. അതായത് പേപ്പർ ബാക്ക്, അറിയാമല്ലോ, ഇങ്ങനെയുള്ള ഇതിനാണ് പേപ്പർ ബാക്ക് എന്ന് പറയുന്നത്. ഇത് പേപ്പർ ബാക്കായിട്ട് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഹാർഡ് ബൗണ്ടായിട്ട് വാങ്ങിക്കാം ഇവിടെ US. പിന്നെ കൂടാതെ അത് ഈ ബുക്കായിട്ട് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഈ ഇംഗ്ലീഷിലുള്ള ഈ ബുക്ക് നിങ്ങൾക്ക് US വാങ്ങിക്കാം, പിന്നെ നാട്ടിൽ ഇന്ത്യയിലും വാങ്ങിക്കാം. ഓക്കെ, ഇതിൻ്റെ മലയാളം പരിഭാഷ ചെയ്തു കഴിഞ്ഞു. ഇനി ആ പരിഭാഷ അടുത്ത് തന്നെ അത് ഈ ബുക്കായിട്ട് ആമസോണിൽ വിതിൻ എ ഫ്യൂ ഡേയ്സ് അത് പ്രീ ഓർഡറായിട്ട് വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പ്രീ ഓർഡർ ചെയ്യാം. വളരെ തുച്ഛമായ വില ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. എന്നിട്ട് മിക്കവാറും 1 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ ബുക്ക്, അതായത് നിങ്ങൾക്ക് മറ്റേ കിൻഡിലോ അങ്ങനെയുള്ള കിൻഡിൽ റീഡറിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് മുഖവരയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ബുക്ക്, ഇതിൻ്റെ ഞാനൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് തന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
പല ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ സഹായങ്ങൾ എല്ലാം വളരെയധികം എനിക്ക് എൻ്റെ ഓരോ ഘട്ടത്തിലും അത് വളരെ പ്രയോജനം ചെയ്ത്, ആ സഹായങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയേനെ. ഇത് പടച്ചോന് സ്തുതി. ഓക്കെ, ഒന്നാമത്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതൊരു പുതിയ പ്ലേലിസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇതിനകത്ത് ഞാൻ ഓരോ ദിവസവും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ, അതിൻ്റെ ഒരു ഏകദേശം സമ്മറി ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് 48 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി ഞാൻ ഒരു ഓരോ ദിവസവും 1-2 ചാപ്റ്ററായിട്ട് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ബുക്ക് വായിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പ്രീ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രീ ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. വളരെ തുച്ഛമായ പ്രൈസേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബുക്കിൻ്റെ ബാക്ക് കവറിൽ ഞാനൊരു ചെറിയൊരു ഇത് എഴുതിയിട്ടുണ്ട്, ഈ ബുക്ക് എന്താണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത കണ്ടൻറ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ പറയുന്നത്, വാട്ട് ഇഫ് ഇൻ യുവർ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്സ് help arrived in the most unexpected ways? How would it change your life? How would it change your faith, your courage and your very outlook on life? അതായത് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ്, യാദൃശ്ചികമായിട്ട് ഒരു ഹെൽപ്പ് വന്നു. ഓക്കെ, മിറാക്കുലസ് ആയിട്ടൊരു ഹെൽപ്പ് വന്നു. ആ ഹെൽപ്പ് നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ കെട്ടുറപ്പിനെ, കറജിനെ, ഓക്കെ, നിങ്ങളുടെ ഈ ഔട്ട്ലുക്ക്, ലൈഫിൻ്റെ ഔട്ട്ലുക്കിനെ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ബോൺ ഇൻ എ സ്മോൾ ടൗൺ ഓഫ് ആലപ്പുഴ in the South Indian state of Kerala, Harun Said grew up in a middle-class family that soon faced crushing hardships. As his father's business declined, his loving parents struggled to raise 4 children until the family was left without a home. Yet, from the trials emerged a fierce determination. Harun's resolve to support his family became the driving force that carried him through life's challenges. അപ്പോൾ ഇത് ബേസിക്കലി ഇത് തന്നെ, നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു, അവിടെ ദൈവത്തിൻ്റെ സഹായം ജനങ്ങളിലൂടെ, ആൾക്കാരിലൂടെ വന്നു. അങ്ങനെ വന്ന കഥകളാണ് മൊത്തം ഇതിനകത്തുള്ളത്. അപ്പം ഓരോ ഇതിൻ്റെ പിറകിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ആമസോണിൽ ഇപ്പം ഈ പുസ്തകം അതേപോലെ തന്നെ ഈ ബുക്ക് ലിസ്റ്റഡായിട്ട് ഏകദേശം ഒരു 6 മാസമായി. ഈ 6 മാസത്തിനിടയിൽ കുറേയധികം ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. 26 സോഫാർ, ഇന്ന് ആക്ച്വലി ഏപ്രിൽ 30 2026. ഇന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആമസോണിൽ ഇതുവരെ 26 പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. 5 സ്റ്റാർ, ഓൾ 5 സ്റ്റാർ. ഇപ്പം എല്ലാവരും പറയുന്നത് ഇത് വളരെ ഓണസ്റ്റായിട്ട്, അതായത് ഒന്നും ഒളിപ്പിച്ച് വെക്കാതെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു ബുക്കാണിത്. ഇത് എസ്പെഷ്യലി ഇമിഗ്രൻസ്, അതായത് അവിടെ നിന്ന് വന്ന, നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ പലയിടത്തും പോകുന്നുണ്ടല്ലോ, ഗൾഫിലോട്ട് പോകുന്നുണ്ട്, ചില ആൾക്കാർ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നുണ്ട്, ചില ആൾക്കാർ യൂറോപ്പിലേക്ക് മാറുന്നുണ്ട്. ഇവിടെ അമേരിക്കയിൽ ഇന്ത്യക്കാർ, നമ്മുടെ കേരളക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെയുണ്ട്. ഇവരുടെ എല്ലാം യാത്ര ഈ ഒരു പുസ്തകം വായിച്ചാൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സ്ട്രഗിൾസ്, ഇതെല്ലാം ഏകദേശം നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ സെയിം ആണ്. അങ്ങനെ ഒരു റിമൈൻഡർ നമുക്ക് തിരിച്ചു പോയി ചിന്തിക്കാനുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും, ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും തിരിച്ചു പോയിട്ട് അവരുടെ റൗട്ട്, അവരുടെ പാത, അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവർക്ക് വന്ന ഹെൽപ്പുകൾ, അവർ തരണം ചെയ്ത കടമ്പകൾ, ഇതെല്ലാം അറിയാനും ഓർക്കാനും ഒരു ഉപകാരം ചെയ്യും ഈ ബുക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ബുക്കിനകത്ത് ഇതിൻ്റെ ബാക്ക് കവർ എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ എൻഡോസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഷാർലറ്റിലെ ഒരു ഇമാമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ബസ്സാം ഉബൈദ് എന്നാണ്. ഇദ്ദേഹം ലെബനോണിൽ നിന്നാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ ഇല്ല. പിന്നെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ വേറൊരു
വൈറ്റ് അമേരിക്കൻ സ്കോളറാണ്, ഇസ്ലാമിക് സ്കോളറാണ്, നമ്മുടെ ഷാർലറ്റിലുള്ള പള്ളിയിലുള്ള സ്കോളറാണ്. അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഏകദേശം ഒരു 10 കൊല്ലമായിട്ട് പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മൂപ്പർ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം എടുത്തു പറയുന്നു. ഓക്കെ, അതാണ് ഈ പുസ്തകത്തിൻ്റെ മെയിൻ തുടക്കത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഒന്ന് ഫോർവേഡ്, പിന്നെ ഒന്നുള്ളത് അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിലോട്ട് കടക്കാം, അതായത് ഇതിൻ്റെ കണ്ടൻറ്റിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, ഒന്ന് ആലപ്പുഴയെക്കുറിച്ചാണ്. ഓക്കെ, ആലപ്പുഴ ഞാൻ ജനിച്ചത് 1967. ഓക്കെ, ചെറുപ്പകാലത്തെ മുതൽ തന്നെ ആലപ്പുഴയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ആലപ്പുഴയിലാണ്. ആലപ്പുഴയെ നിങ്ങൾക്കറിയാം, ഒരു ഇംഗ്ലീഷിലൊരു ഇരട്ട പേരുണ്ട്, വെനീസ് ഓഫ് ദ ഈസ്റ്റ്. ആലപ്പുഴ അറിയാമല്ലോ, ആലപ്പുഴയിൽ കുറേ അധികം തോടുകളുണ്ട്. ഈ തോടുകളിൽ കൂടെ വള്ളങ്ങൾ പണ്ട് പോകുമായിരുന്നു, ചരക്ക് വള്ളങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഇപ്പോൾ ആ വള്ളങ്ങളൊക്കെ മാറി ഹൗസ് ബോട്ടായി, അറിയാമല്ലോ. അപ്പോൾ ഈ ആലപ്പുഴയിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്നത് ലിയോ 13 എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷനറി നടത്തുന്ന ഒരു സ്കൂളാണ് ആലപ്പുഴയിൽ. വളരെ പേരുകെട്ട സ്കൂളാണ്, പഴയ സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഈ സ്കൂളിലെ സംഭവങ്ങൾ, ആ സ്കൂളുമായിട്ട് ചേർന്ന ഒരു ക്രിസ്ത്യൻ പള്ളി, അതിൻ്റെ മുമ്പിലൊരു സെമിറ്ററി, ഇതെല്ലാം ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ആലപ്പുഴയിൽ ക്രിസ്ത്യൻ പള്ളികൾ പലയിടത്തുമുണ്ട്. അതായത് മിക്കവാറും സ്ട്രീറ്റിലൊക്കെ കാണാൻ വലിയ വലിയ പള്ളികളുണ്ട്, ബ്രിട്ടീഷുകാർ പണിത പള്ളികൾ. അതേപോലെ തന്നെ അമ്പലങ്ങൾ ആലപ്പുഴയ്ക്ക് ഒരു കുറവില്ല. ആലപ്പുഴയിലെ മെയിൻ അമ്പലം മുല്ലക്കൽ അമ്പലം എന്ന് പറയും. ആ അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവിടെ എല്ലാ വർഷവും നടക്കുന്ന ചെറപ്പെന്ന് നമ്മൾ പറയും, ഒരു ആഘോഷം, വെടിക്കെട്ട്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പിന്നെ ആലപ്പുഴയിൽ ഞാൻ താമസിച്ചിരുന്നത് അധികവും മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന, അതായത് മെജോറിറ്റി മുസ്ലിംസ് താമസിക്കുന്ന ഒരു സക്രിയ ബസാർ എന്ന് പറയും, ആ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പള്ളികൾ, മുസ്ലിം പള്ളികൾ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട്. അവിടെ ഈ അദാൻ, ബാങ്ക് വിളിക്കുന്ന ശബ്ദങ്ങൾ, രാവിലെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലെ ഭജനം കേൾക്കാം. വളരെ ഇമ്പത്തിൽ ഉള്ള സംസ്കൃതിയിൽ ഉള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ഇത് ആലപ്പുഴയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. വളരെ ശാന്തമാണ്. ഇന്ന് ഞാനീ പറയുന്നത് 1975 ആ കാലത്ത് എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങിയ മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നും ആക്ച്വലി ആലപ്പുഴയിൽ പോയാൽ ഇന്നും ആ മെയിൻ ആലപ്പുഴ ടൗൺ ഏരിയയിൽ ഈ കളക്ട്രേറ്റ് ജംഗ്ഷൻ, അതുപോലെ തന്നെ സക്രിയ ബസാർ, ഈ നമ്മുടെ ആ ഏരിയ, ഞാൻ വളർന്ന ആ ഏരിയ, അത് ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. അതായത് വലിയ മാറ്റങ്ങളൊന്നും ആലപ്പുഴയ്ക്ക് വന്നിട്ടില്ല. ഈവൻ ദോ ചേർത്തല പോലെയുള്ള സ്ഥലങ്ങൾ വളരെയധികം പുരോഗമിച്ചു പോയിട്ടുണ്ട്. ആലപ്പുഴയ്ക്ക് ഏകദേശം അങ്ങനെ തന്നെയുണ്ട്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. ശാന്തതയുണ്ട്. ഇപ്പോഴും പോയാൽ രാവിലെ പള്ളിയിൽ പോയി നടക്കാനൊക്കെ പോയാൽ വളരെ ശാന്തമാണ് ആലപ്പുഴ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എറണാകുളം ഓർ ട്രിവാൻഡ്രം ഓർ കാലിക്കറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആലപ്പുഴയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ ഉള്ളത് ദ ടൗൺ ദാറ്റ് ഷേപ്ഡ് മീ, ആലപ്പുഴയെക്കുറിച്ച്. ഇനി ഒരു ചാപ്റ്റർ കൂടെ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ദ ഹാൻഡ്സ് ദാറ്റ് റേസ്ഡ് മീ, അതായത് എന്നെ വളർത്തിയ കൈകൾ, എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ പിതാവിനെ ഞങ്ങൾ അബ്ബ എന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഞാൻ കേരളത്തിലാണ് ജനിച്ചത് വളർന്നതെങ്കിലും ഞങ്ങൾ കച്ചി മേമൺ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ്. കച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലെ ഒരു ഏരിയ, ഒരു പ്രോവിൻസാണ് കച്ച്. നിങ്ങൾ റാൺ ഓഫ് കച്ച് എന്ന് കേട്ട് കാണും. ഈ കച്ച് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ് എൻ്റെ പൂർവികർ. അവർ പറയപ്പെടുന്നത് ഏകദേശം 300 വർഷം മുമ്പ് രാജാ കേശവദാസ് കേരള ഭരിക്കുന്ന സമയത്താണ് വന്നത് എന്ന് പറയുന്നു. ഓക്കെ,
അപ്പോൾ 300 കൊല്ലത്തെ ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കച്ചിയാണ്. കച്ചി എന്ന് പറയുന്നത് ഏകദേശം ഗുജറാത്തിയായിട്ട് ചെറിയ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു മേ ബി 5% സാമ്യം ഉണ്ടാവും. പക്ഷേ സിന്ധി എന്ന് പറയുന്ന പാകിസ്ഥാനിൽ സൈഡിലുള്ള സിന്ധ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ സിന്ധി ഭാഷയായിട്ട് കച്ചി ഭാഷയ്ക്ക് വളരെയധികം സാമ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എൻ്റെ ഫാദറിനെ അബ്ബ എന്ന് വിളിച്ചിരുന്നു, മദറിനെ മീമി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഈ അബ്ബയെയും മീമിയെയും കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് ചെറുപ്പകാലത്തിൽ നമ്മുടെ എല്ലാ ഉമ്മമാരും അവർ നമുക്ക് നമ്മുടെ സൗകര്യം, നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം, അതിനുവേണ്ടി അവർ വളരെയധികം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാർ, അല്ലേ? ചില സമയത്ത് ഭക്ഷണം വീട്ടിൽ കഴിക്കാൻ കുറവാണെങ്കിൽ നമ്മുടെ ഉമ്മമാർ അവരുടെ ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ മീമി വളരെയധികം കഷ്ടപ്പാടുകൂടിയാണ്, അതായത് കല്യാണത്തിന് മുമ്പും വളർന്നതും ഫാമിലിയെ ഹെൽപ്പ് ചെയ്തതും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, വീട്ടിൽ ഞങ്ങളൊക്കെ പിറന്നു. അപ്പം ഞങ്ങളെ വളരെയധികം നന്നായിട്ട് നോക്കി, അതായത് മൊറാലിറ്റി പഠിപ്പിച്ചു. സ്കൂളിൽ പിന്നെ നമ്മൾ സക്സസ്ഫുൾ ആകണമെന്ന് വളരെയധികം പ്രയത്നിച്ച് നമ്മളെ ട്യൂഷൻ എടുക്കാനും സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടി നമ്മുടെ പുറകെ നടന്ന് നമ്മളെ കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക്, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അത്ര അധികം അതിനകത്തൊന്നും പഠിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നുമുള്ള ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കളിക്കണം, ഉഴപ്പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പഠിത്തത്തിൽ ഞാൻ വളരെ മോശമായിരുന്നു. പക്ഷേ എൻ്റെ മദർ, എനിക്ക് 3 സിബ്ലിങ്സ് ഉണ്ട്. ഞങ്ങൾ 4 പേരാണ്, 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, ഞങ്ങൾ ടോട്ടൽ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്ന് മദർ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ എല്ലാവരും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മദറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പിന്നെ ഫാദറിൻ്റെ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അച്ഛന്മാരുടെ കാര്യം അറിയാമല്ലോ, വാപ്പമാരുടെ. അവർ വളരെയധികം മെനക്കെട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരാൻ അവർ എടുക്കുന്ന പാടുകൾ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കൊരിക്കലും അത് മനസ്സിലാവില്ല. നമ്മൾ വലുതായി നമ്മളും ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വലിയൊരു ഭാരിച്ച ചുമതലയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ സമയത്താണ്. എനിവേ, നമ്മുടെ ഫാദർ വളരെ ബുദ്ധിമുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഫാദറിൻ്റെ ബിസിനസ് ആദ്യം നമ്മുടെ ഫാദറിൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ ആയിരുന്നു ബിസിനസ്. പക്ഷേ അതിൽ നിന്ന് പിന്നെ വിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫാദറിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്, ഫാദർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഒരു കാര്യം എനിക്ക് നല്ല ഓർമ്മയുള്ളത്, ഫാദർ വളരെയധികം പ്രയോറിറ്റി ആയിരുന്നു ഫാദറിന്. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളത് എൻ്റെ അബ്ബയുടെ വളരെയധികം ആഗ്രഹമുള്ളൊരു സംഗതിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത്. അത് വളരെയധികം നമുക്കും ഗുണം ചെയ്തു. കൂടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ബുദ്ധിമുട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഫാദറിൻ്റെ ലൈക്ക് എനി അതർ ഫാദർ ശ്രമിച്ചിരുന്നു. ഒരു കാര്യം നല്ല ഓർമ്മ എനിക്കുള്ളത്, വളരെ ചെറുപ്പകാലത്തിൽ, അതായത് ഒരുപക്ഷെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എനിക്ക് ഓർമ്മയില്ല, രാവിലെ എണീച്ചിട്ട് എന്നെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് താഹിർ എന്നാണ്, എന്നേക്കാളും ഒരു വയസ്സ് മൂത്തതാണ്, ഞങ്ങളെ 2 പേരെയും കൈ പിടിച്ച് 2 കൈയിലും പിടിച്ച് ഞങ്ങൾ രാവിലെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ദിൽകുഷ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ടായിരുന്നു ആലപ്പുഴയിൽ. ഹോട്ടൽ നമ്മൾ ഇവിടെ അമേരിക്കയിൽ ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് താമസിക്കുന്ന ഹോട്ടലിനാണ് ഹോട്ടൽ എന്ന് പറയാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് റെസ്റ്റോറൻറ്റ് എന്ന് പറയും. അപ്പോൾ ആലപ്പുഴയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, അവിടുത്തെ കണക്കിന് ഹോട്ടലിൽ ചായക്കട, നമ്മുടെ ബേസിക്കലി ചായക്കട, രാവിലെ പുട്ട്, അപ്പം, കടല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ രാവിലെ കൊണ്ടുപോയി അപ്പവും പഞ്ചസാരയും ഒക്കെ ഇട്ട് പിന്നെ പാലൊക്കെ ഇട്ട് അപ്പം വാങ്ങിച്ചു തരുമായിരുന്നു, ചായ കുടിപ്പിക്കുമായിരുന്നു. കാര്യം എന്താണ്, രാവിലെ എണീപ്പിച്ച് നമ്മളെ കൊണ്ടുപോയി ഒന്ന് ചാർജ് ചെയ്ത് എനർജിയൊക്കെ കൊടുത്ത്
നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനും ക്ലാസ്സിൽ നമുക്ക് പിന്നെ സക്സസ്ഫുൾ ആകാനും നല്ല മാർക്ക് വാങ്ങിക്കാനും ഇതൊക്കെയായിരുന്നു നമ്മുടെ വാപ്പായുടെ ഉദ്ദേശം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ പഠിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉഴപ്പ്, കളി, അടിപിടി, അതായത് ഒരു തരത്തിലുള്ള ഒരു എയിമോ ഗോളോ ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു ആ ഏർലി സ്റ്റേജിൽ, അതായത് അപ് ടു ഈവൻ 9ാം ക്ലാസ് വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, പല സംഭവങ്ങൾ. അപ്പോൾ ഇത് 2 ചാപ്റ്ററാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ ഐ വിൽ എക്സ്പ്ലെയിൻ 1 ഓർ മേ ബി 2 ചാപ്റ്റേഴ്സ്. ഈ ലിങ്കിൽ, ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. ഇറ്റ് ഷുഡ് കം ഔട്ട് ഇൻ എ മന്ത്. ഓക്കെ, അതായത് ബൈ ജൂൺ 1 ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. യു ഫീൽ ഫ്രീ ടു ഡു സോ. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പാസ് ചെയ്ത് കൊടുക്കാം. Thank you very much. Thank you for the time, for taking the time to watch the video.